നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് വേറെ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വേദന സഹിച്ച് മരിക്കേണ്ട പേര്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം, അവസാനം വരെ കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ, വീഡിയോസിന് വ്യൂസിനോ റീച്ചിനോ ഒന്നും വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ഫാമിലി, എൻ്റെ സ്വന്തം വീട്, ഇപ്പം ഞാൻ ചൊല്ലിയിലുള്ളത് എൻ്റെ സ്വന്തം വീട് പയ്യന്നൂരിൽ. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും, ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് പിന്നെ നമ്മളെ വീട്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചി ഷഹനാസത്ത് ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ചികിത്സയിലായിരുന്നു. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അതിന് നിങ്ങളെ സഹായം കൂടെ അവർക്ക് ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷഹനാസത്തേൻ്റെ ഉപ്പ 8 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ട് ഒരേ കിടപ്പിൽ തന്നെയാണ്. അതേപോലെ അവരെ വീട്ടിലെ സാഹചര്യം അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. ഓരോ റൂമിലും ഓരോ രോഗികളാണെന്ന് തന്നെ പറയാം. അത്രയും എന്താ പറയുക, മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷഹനാസുത്തേൻ്റെ ഈ ചികിത്സക്ക് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഷഹനാസുത്തേൻ്റെ ഉപ്പേൻ്റെ എല്ലാം ചികിത്സക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവരെ വീടിപ്പം 20 എത്രയിനോ, അത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എത്രയിനോ ജപ്തി ആവാൻ പോവുകയാണ്. അപ്പോൾ അതിനും അവർക്ക് 40 ലക്ഷം വേണം. അങ്ങനെ എല്ലാം കൂടെ അവർക്ക് ഇപ്പോൾ 70 ലക്ഷം രൂപേൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ സഹായിച്ച് അങ്ങനെയെല്ലാം അവർ ചികിത്സ മുന്നോട്ട് പോകുന്നുണ്ടായത്. അപ്പോൾ ഇപ്പം എന്താണ് കഴിഞ്ഞ ആഴ്ച ഫിറോസ് കുന്നംപറമ്പിലല്ലേ, അദ്ദേഹം വന്നിട്ട് അവിടെ വീഡിയോയിൽ എടുത്തിട്ട് അദ്ദേഹം ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട തുക കിട്ടുമായിരിക്കും തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം എന്ന് പറയുന്നത് നിങ്ങളിലേക്കും കൂടെ ഇത് എത്തിക്കുക. ഇപ്പോൾ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ വീഡിയോ കാണാത്തവർ, ഇപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് ആൾക്കാരെ കാണുന്നില്ലെങ്കിലും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവില്ലേ. അപ്പോൾ അവരിലേക്ക് എനിക്കിത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെ ഓരോ രൂപയും ഇവർക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. നിങ്ങളോട് ഇത്ര പൈസ എന്നൊന്നും പറയുന്നില്ല, 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, 100 100, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു തുക അവർക്കൊന്ന് കൊടുത്തിട്ട് സഹായിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അവർ ചെയ്ത ആ വീഡിയോൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ ഞാനതിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നതാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുമില്ല. അപ്പോൾ എന്തായാലും അവർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഹെൽപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു തുക അയച്ചു കൊടുക്കുക. ഇനി നിങ്ങളെക്കൊണ്ട് അങ്ങനെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇത്രയും പറയാനില്ല കേട്ടോ. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് വേറെ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വേദന സഹിച്ച് മരിക്കേണ്ട പേര്. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹായിച്ചിട്ട് എൻ്റെ പോരക്കുന്ന ലോൺ എടുത്തിട്ടാക്കിയിട്ട് എന്നെ സഹായിച്ചു. ഇപ്പോൾ ആ വീടും ജപ്തിയായിട്ട് ഞാൻ കാരണം എൻ്റെ ഉപ്പാവും ഉമ്മാവും എല്ലാവരും വയ്യാതായി പോയെന്ന്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷഹനാസ്. 9 വർഷമായിട്ട് 2 കിഡ്നി തകരാറിലായിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം. അതിൻ്റെ സാഹചര്യമൊന്നും എനിക്കിപ്പോൾ ഇല്ല. എൻ്റെ ഉപ്പാണെങ്കിൽ സ്ട്രോക്കായിട്ട് കിടക്കുകയാണ്. പിന്നെ ഭർത്താവിന് ഒരു നല്ല പണിയുമില്ല. ഇതുവരെ എന്നെ പൊന്നു പോലെ നോക്കിയിന്. വീടാണെങ്കിൽ എൻ്റെ ആവശ്യത്തിന് ഉപ്പാൻ്റെ ആവശ്യത്തിനല്ല ലോൺ എടുത്തിട്ട് ഇപ്പോൾ ജപ്തിയാണ് ഈ 21. വേറെ ഒന്നും വഴിയില്ലെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് അലോപേഷ്യ എന്ന രോഗം പിടിപെട്ടിട്ട് എൻ്റെ ചികിത്സേനെ ഞാൻ നടത്താറില്ല. ഇവളെന്നോട് പറഞ്ഞു, ആർഷാക്ക് എന്നെ ചികിത്സിക്കാണ്ട്, ഇത്രയും ചികിത്സിച്ചില്ലേ, ഞാൻ മരിച്ചോട്ട്, എനിക്കിനി ജീവിക്കണമെന്നില്ലേ, ഇത്രയും ജീവിച്ചില്ലേ, അങ്ങനെ എന്നോട് ഒരുപാട് യാത്ര കടക്കും പറയലുണ്ട്. അങ്ങനെ വിഷമായിട്ട് ലാസ്റ്റ് ഇവിടെ സുഹൃത്തുക്കളുണ്ട്, കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, അവർ ഇവിടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് വിളിച്ച് ചോദിച്ച് ഷഹനാസിനെ എന്താ ഇപ്പം ആക്റ്റീവ് അല്ലാത്ത, എന്തെന്ന് ഗ്രൂപ്പിൽ പെടാത്തത്, അന്നേരം ഇവള് പറഞ്ഞ് അങ്ങനെ വളരെ വിഷമത്തിലാണ്. അപ്പോൾ അവരാണ് ആദ്യം മുൻകൈ എടുത്തിട്ട് കുറച്ച് പൈസ സ്വരൂപിച്ചിട്ട് കോളേജിലെ ആൾക്കാർ തന്നുകൊണ്ട് ഇപ്പം ഡയാലിസും മറ്റേ കയ്യിലെ ഓപ്പറേഷൻ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയത്. പിന്നീട് നമ്മുടെ അടുത്തുള്ള നാട്ടുകാരും ക്ലബ്ബുകാരെല്ലാം കുറച്ച് പൈസ തന്നിട്ട് ഇതുവരെ മുന്നോട്ട് പോയി. ഇനി ഇത്ര ഭീമമായ പൈസ കണ്ടെത്തണമെങ്കിൽ നിങ്ങളെല്ലാം സാരമില്ലാണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. എൻ്റെ രോഗം തന്നെ ഇവള് വേണ്ട, എന്നോട് പറഞ്ഞ് ആശ്രയിച്ച് ജീവിച്ചോ, മുടിയെല്ലാം മാറ്റിയിട്ട് പണിയെടുത്ത് ജീവിച്ചോ, എന്നെ ഒഴിവാക്കിയതെല്ലാം ഒരുപാട് പറഞ്ഞല്ലോ. നമുക്ക് കുട്ടികൾ ഉണ്ടാവണം തന്നെ. ഡോക്ടർ പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ ഉണ്ടായി ഇവിടെ കിഡ്നി വളരെ ലീക്കായി പോകാമെന്ന്. എന്നിട്ട് നമ്മുടെ കുട്ടികൾ വേണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും കാലം ഒന്നിച്ചിട്ട് എന്നെ ജീവിച്ച് നിങ്ങളെ സഹായമില്ലാണ്ട് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല.